ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. കുറേ നാളായി അമ്മമ്മയുടെ വീട്ടിലോട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ലീവാണ്. പിന്നെ പോയിട്ട് വരാം നമുക്ക്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനൊന്ന് ഫ്രഷായിട്ട് റെഡി ആവുമെന്ന് വിചാരിച്ചേ. ഇപ്പം ഞാൻ ഇടുന്ന ക്രീമെന്ന് പറയുന്നത് ഫെയർ ലവ്ലിയാണ്. എന്താ ഇപ്പോൾ ഫെയർ ലവ്ലിയോട് ഭയങ്കര ഒരു ഇഷ്ടം. ഓരോ ടൈമും ഓരോ മോയ്സ്ചറൈസർ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫെയർ ലവ്ലിയാണ് കുറച്ച് നാളായിട്ടും യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ എനിക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ പിമ്പിൾസൊക്കെ വരുമായിരുന്നേ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും വരാറില്ല. എന്താണെന്തോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. സൺസ്ക്രീൻ വന്നിട്ട് നമ്മുടെ ലാക്മിയുടെ ടിൻറ്റഡ് മാറ്റ് സൺസ്ക്രീനാണ്. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. നമ്മുടെ ഓയിലി സ്കിന്നിനും അതുപോലെ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഇതും കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിമ്പിൾസോ കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. പിന്നെ തലയൊക്കെ കെട്ടി പെട്ടെന്ന് തന്നെ ഷടപട റെഡിയാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫേസിന് ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ ഇറങ്ങി. ഞങ്ങളുണ്ടല്ലോ അമ്മമ്മയുടെ വീട്ടിൽ നേരത്തെ വന്നായിരുന്നേ. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഫോൺ എടുത്തില്ല. ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചു. പിന്നെയും വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, ഇത് പപ്പയുടെ ഫോണാണ്, പപ്പയുടെ ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ വീട് പണി നടക്കുകയാണ്. നമ്മുടെ പഴയ വീടെല്ലാം പൊളിച്ചു. പഴയ വീടെല്ലാം പൊളിച്ചിട്ട് പുതിയൊരു വീട് വെക്കാൻ പോവുകയാണ്. ചെറിയൊരു വീട് വെക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അമ്മമ്മയുടെ വീട്ടിലായിരുന്ന വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഇതിവിടെ പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു വീടിങ്ങനെ. നല്ല ഹൈറ്റിലായിരുന്നു വീട്. പിന്നെ അതെല്ലാം ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ് ഇപ്പം വീട് വെക്കുന്നത്. കുറച്ച് നാളായിട്ടുള്ളൂ പണി തുടങ്ങിയിട്ട്. പിന്നെ ഇതിവിടെ ഒരു കിണറുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കിണർ തന്നെയാണ് ഇത്. കിണറാണത്. ചെറിയൊരു വീടാണ് കേട്ടോ. അമ്മമ്മയ്ക്കും അപ്പച്ചനും താമസിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെറിയൊരു ബഡ്ജറ്റിൽ വെക്കുന്നൊരു വീടാണ്. ഇപ്പം അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തതാണ്. അത് പിന്നെ നമുക്ക് വർക്ക് ഏരിയയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. ഇത് സിറ്റ് ഔട്ട്, പിന്നെ ഹോള്, പിന്നെ ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, ഇങ്ങനെയാണ്. ഒറ്റൊരു ബെഡ്റൂമാണ്. പിന്നെ ഇപ്പം അവരിങ്ങനെ അടുപ്പിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണോ. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, വിറകൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ അവരെ കോഴിക്കോട് കാര്യങ്ങൾ, പട്ടിക്കുട്ടികൾ ഉണ്ട്. അവിടെ ഒരു പട്ടി, 2 പട്ടികളുണ്ട്, കോഴി, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ അമ്മാമ്മയും അപ്പച്ചനും ഇവിടെ ഇല്ല. അവർ തൊഴിലുറപ്പിന് പോയിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ബിരിയാണി മേടിച്ചിട്ടാണ് വന്നപ്പോൾ തന്നെ ബിരിയാണി അടിച്ചു. ഞാൻ എല്ലാ വീഡിയോ എടുക്കണം എന്നല്ലെങ്കിലും പ്ലാൻ ചെയ്ത്. കാരണം ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ല. അതും ഒത്തിരി നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം അത് എടുക്കാമെന്ന് വിചാരിച്ചപ്പം വണ്ടിയിൽ പകുതി ദൂരം വന്നപ്പോൾ അയ്യോ ഫോൺ എടുക്കാൻ മറന്നുപോയല്ലോ, പിന്നെ ഇനി എങ്ങനെ വീഡിയോസ് എടുക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇപ്പം ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു വീഡിയോസൊക്കെ എടുക്കുക. ഇതൊരു മെമ്മറി അല്ലേ, നമുക്ക് പിന്നത്തെ എപ്പോഴേലൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം നിങ്ങളായിട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ വരും. പിന്നെ അവർ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവർക്ക് വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടാണ്. പഞ്ചായത്താണോ ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ അതായത് ഒത്തിരി നാൾക്ക് മുമ്പ് ഇവരെ ഷീറ്റിട്ട വീട് അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു വീടായിരുന്നു. അപ്പം അവിടെ വന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയത്. പക്ഷെ അവർക്ക് കഴിഞ്ഞ വർഷമാണ് വീടിൻ്റെ ഇതെല്ലാം ഓക്കെ ആയത്. അപ്പം അറിയാലോ, കുറച്ച് രൂപയെ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി നമ്മളെ കയ്യിൽ നിന്നും കൂടെ കുറച്ച് രൂപ ഇട്ടിട്ടാണ് നല്ലൊരു വീട് വെക്കുന്നത് കേട്ടോ.
ചെറിയൊരു വീടും അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചൊക്കെ കാണിച്ചു തരാം. പിന്നെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് വാർത്ത വീട്ടിലേക്ക് കിടക്കണം എന്നൊക്കെ. കാരണം ഇത്ര നാൾ ഇങ്ങനെയൊക്കെയല്ല അവർ കിടന്നിട്ടുള്ളൂ. അപ്പം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഇതാക്കാനായിട്ട്, കിടക്കാനായിട്ട്, താമസിക്കണം എന്നൊക്കെ. ഹേസുമ്മ കാക്ക എവിടെ പൊന്നു? കാക്ക 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 എന്ത്? കാക്ക കാക്കെ വിളി ബാ, കാക്കെ വിളി ബാ, ബാ ബാന്ന് വിളി ബാ, ബാ ബാ. അമ്മയാണെങ്കിൽ ഹേസുവിന് ചോറെടുക്കാൻ പോയി കേട്ടോ. അവിടെ താഴെ ഞങ്ങൾ വന്നപ്പോൾ ബിരിയാണി മേടിച്ചുകൊണ്ടാണ് വന്നേ. അപ്പോൾ ഇവൾ അന്നേരം ഉറക്കമായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു ചോറ്, അമ്മമ്മയുടെ ചോറ് നല്ല മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്കുണ്ടല്ലോ ഇവിടെ കാക്ക, പട്ടി, കോഴിയൊക്കെ കണ്ടപ്പം നമ്മളവിടെ അങ്ങനെ പട്ടിയും ഇല്ല, അതുപോലെ കോഴിയും ഇല്ല. കാക്ക വല്ലപ്പോഴും കണ്ടാലായി. പക്ഷെ ഇവിടെ നിറയെ കാക്ക. കാക്ക കാക്ക വിളി പൊന്ന, കാക്ക ബാന്ന് വിളി ബാ, ബാ ബാ. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു 4:30 ആയപ്പോൾ അമ്മാമ്മയും അപ്പച്ചനും വന്നായിരുന്നേ. അമ്മാമ്മയാണെന്നുണ്ടെങ്കിൽ ചായ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹേസു ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും അവരുടെ അടുത്തോട്ട് പോയില്ല, പിന്നെ കുഴപ്പമില്ല, പിന്നെ അവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്, പോകാനായിട്ട്. ടാറ്റോട് അപ്പച്ചന്, ടാറ്റോട് ഹേസുമ്മ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണേ. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.